സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരണും മുത്തശ്ശി കൂടി സംസാരിക്കുന്ന ഒരു സീനൊക്കെയാണ് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത്. വരണിനോട് ശ്യാമ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വരൺ ജയഭാരതി അമ്മയോടും പറയുവാണ്. അതെല്ലാം കിരീട വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ് കേട്ടോ ജയഭാരതി. ഈ സമയം മുത്തശ്ശി വരണേ നീ എനിക്ക് ശ്യാമയുടെ തന്നെയാണോ രാധികയുടെ യഥാർത്ഥ അമ്മ എന്നുള്ളൊരു സംശയം ഉണ്ടെന്ന് നീ എന്നോട് പറഞ്ഞെങ്കിലും ഞാനത് അത്ര വലിയ കാര്യമാക്കിയില്ല. എല്ലാവരും ശ്യാമമ്മയോടും രാധികയും തമ്മിലുള്ള സാമ്യത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു സാമ്യം ഒരുക്കുമെന്നാണ് ഞാനും വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ട് തോന്നുവാ. രാധിക മോള് അമ്മയും അച്ഛനും ഇല്ലാത്ത ഒരു അനാഥയാണെന്ന് എത്രയോ പേര് പറഞ്ഞിരിക്കുന്നു. അവളുടെ മനസ്സിൽ അങ്ങനെ പറഞ്ഞ് മുറിവേൽപ്പിച്ചിരിക്കുന്നു. എന്നാവളോ ഇപ്പോൾ അവർക്കാർക്കും ചിന്തിക്കാൻ പറ്റാതെ അത്ര ഉയരത്തിലല്ലേ അവളുടെ സ്ഥാനം. ഈ സമയം വരൺ പറയുന്നുണ്ട്, അതേ മുത്തശ്ശി, ശ്യാമ മേഡത്തിന് രാധിക എന്ന് പറഞ്ഞ ജീവനാണ്. ഇത്രയും വർഷം കാത്തിരുന്ന് തൻ്റെ മോളെ ഇങ്ങനെ കണ്ടെത്തിയിട്ടും അവളോട് സത്യം പറയാതെ വിങ്ങിൻ പൊട്ടി വീർപ്പുമുട്ടിയിരിക്കുക ശ്യാമ മേഡത്തിൻ്റെ ഹൃദയം. ആ അമ്മയും മകളെ നമുക്ക് ഒന്നിപ്പിക്കണം. അതിനിടയ്ക്ക് മുത്തശ്ശിയുടെ സഹായം കൂടി ആവശ്യമുണ്ട്. ശ്യാമ മേഡത്തെ അയാൾ ദൈവത്തെ പോലെ ആരാധിക്കുന്നത്. എന്നാൽ അയാളെ പ്രസവിച്ചുപേക്ഷിച്ച അമ്മക്ക് അയാളുടെ മനസ്സിൽ ഒരു സ്ഥാനമില്ല. ആ അമ്മയുടെ അയാൾക്ക് വെറുപ്പ് മാത്രമേ ഉള്ളൂ. ആ ഒരു വെറുപ്പ് നമുക്ക് മാറ്റിയെടുക്കണം മുത്തശ്ശി. അതിനുശേഷം മാത്രമേ ശ്യാമമ്മയോടാണ് അയാളുടെ യഥാർത്ഥ അമ്മ എന്നുള്ള സത്യം നമുക്ക് തുറന്നു പറയാൻ പറ്റുള്ളൂ. ഈ സമയം മുത്തശ്വരനെ, അത് നീ പറഞ്ഞത് നേരെ തന്നെയാണ്. രാധിക മോള് ചില തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകില്ല. അങ്ങനെ ഒരു തീരുമാനം അമ്മയെക്കുറിച്ച് അവൾ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് മാറ്റണം മോനെ. അതെ, ശ്യാമമ്മയോടാണ് രാധികയുടെ അമ്മ എന്ന് പറഞ്ഞ് അയാളുടെ മുമ്പിൽ കൊണ്ടു നിർത്തുമ്പോൾ ആ പഴയ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് അയാളെ ശ്യാമ മാഡത്തെ അവഗണിച്ച് കഴിഞ്ഞാൽ അത് മാഡത്തിന് ഒരിക്കലും താങ്ങാൻ പറ്റില്ല. അതോടെ ആ പാവം തന്നെ ആകെ തകർന്നു പോകും. അതുകൊണ്ട് മുത്തശ്ശി രാധികയുടെ മനസ്സിലുള്ള ആ ഒരു ചിന്തയൊക്കെ ഉണ്ടല്ലോ, അത് പതിയെ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. അമ്മ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് അയാളെ എങ്ങനെ ഉപേക്ഷിച്ച് കളയേണ്ടി വന്നതെന്നൊരു ചിന്ത അയാളുടെ മനസ്സിൽ മുത്തശ്ശിയായിട്ട് ഉണ്ടാക്കിയെടുക്കണം. എന്നാലേ അയാൾ സത്യങ്ങളൊക്കെ പെട്ടെന്ന് ഉൾക്കൊള്ളുകയുള്ളൂ. ഞാൻ ശ്രമിക്കാടാ, ഞാൻ മോളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ ശ്രമിക്കാം. പിന്നെ അവൾ നാളെ ശ്യാമ മേഡത്തെ കാണാൻ പോകുന്ന കാര്യം എന്നോട് ഒത്തിരി സന്തോഷത്തോടെ വന്ന് പറഞ്ഞു. അല്ല, ഇനിയിപ്പോൾ ശ്യാമ മേഡത്തെ നാളെ നേരി കാണുമ്പോൾ അത് വലിയ പ്രശ്നമോ മറ്റോ ഉണ്ടാകുമോ? എന്ത് പ്രശ്നം? ശ്യാമ മേഡത്തിനും അയാളെ കാണാൻ ഒരുപോലെ ഉണ്ടെന്ന് എല്ലാവരും ഒരുപോലെ പറയുന്ന കാര്യമാണല്ലോ. അത് രാധികയ്ക്കും അറിയാം. നാളത്തെ അവരുടെ കൂടിക്കാഴ്ച സത്യങ്ങൾ അറിയുന്നതിന് മുമ്പുള്ള ഒരു ചവിട്ടുപടി പോലെ ആവട്ടെ. രാധിക വലിയ വലിയ ഉയരങ്ങളിലേക്കാണ് പോകുന്നത് അല്ലേ മുത്തശ്ശി? അന്നേരം മുത്തശ്വരനെ, അവൾ പോകട്ടേടാ. ഇത്രയും നാൾ പാവം ഒത്തിരി സങ്കടപ്പെട്ടേ കഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തതല്ലേ. ഇനി അവളുടെ ഉയർച്ച കണ്ട് നമുക്ക് സന്തോഷിക്കാം. അന്നേരം പറയണേ, അതെ, ശ്യാമ മേഡമാണ് രാധികയുടെ അമ്മയെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ പിന്നെ പ്രശസ്ത ഗായികയായ ശ്യാമ മേഡം എൻ്റെ അമ്മായി അമ്മയാണെന്ന് എനിക്കും പറയാമല്ലോ. അതെനിക്ക് വലിയൊരു അഭിമാനമുള്ള കാര്യമല്ലേ? പിന്നെ അല്ലാതെ. അതിനുശേഷം ശ്യാമ മേഡം അടുത്ത് നിങ്ങൾ രണ്ടുപേരും ഇടുന്നതുകൊണ്ട് കുറേ ഇൻ്റർവ്യൂവും വാർത്തകളും ഒക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങൾ 3 പേരുമായിരിക്കും താരം. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കണേണ്ടോ അവർ. പിന്നീട് കാണിക്കുന്നത് ഗൗതമും ബെഞ്ചമിനും കൂടി സംസാരിക്കുന്നതാണ്. അന്നേരം ഗൗതം പറയുന്നുണ്ട്, അച്ഛന് വേണ്ടിയിട്ട് അനുകൂലമായിട്ടുള്ള മൊഴി കൊടുക്കാനായിട്ട് ഞാൻ പ്രിയങ്കേനും മുത്തശ്ശിനും ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഓരോ സമയത്തും അവർക്ക് ഓരോ ഭാവങ്ങളാണെന്ന്, അവരുടെ പെരുമാറ്റ രീതി വ്യത്യസ്തമാണ്. ഈ സമയം ബെഞ്ചമിൻ പറയണേ, എന്താണെങ്കിലും അവർ വിശ്വസിച്ച് നമ്മൾ നീങ്ങുന്നതിൽ ഒരർത്ഥവുമില്ല. ഗൗതം പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അവരത്ര മണ്ടന്മാരൊന്നുമല്ല. ഇങ്ങനൊരു മൊഴി ചന്ദ്രശേഖരൻ സാറിന് അനുകൂലമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ അത് തങ്ങൾക്കൊരു പ്രശ്നമാകുമെന്ന് ഉള്ള നിയമ നടപടികളും അതിൻ്റെ നിയമവശമൊക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇതിൻ്റെ പേരിൽ ഇനി പ്രിയങ്ക കുടുങ്ങേണ്ടി വരുമെന്നുള്ള സംശയത്തിൽ അവർ മിക്കവാറും മൊഴി മാറ്റി പറയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെ വിശ്വസിച്ച് നമ്മൾ നീങ്ങേണ്ട ഒരു കാര്യമില്ല. തൽക്കാലം ആദ്യം നമുക്ക് എത്രയും വേഗം ചന്ദ്രശേഖരൻ സാറിനെ ജയിലിൽ നിന്നും പരോളിലിറക്കണം. അതിനുവേണ്ട കാര്യങ്ങൾ ഞാൻ മിനിസ്ട്രിയിലും മറ്റും ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ പോലീസുകാരുടെ ഇടയിലും ആവശ്യത്തിന് സ്വാധീനം നമുക്കുണ്ടല്ലോ. അതൊക്കെ വെച്ച് അധികം വൈകാതെ തന്നെ ചന്ദ്രശേഖരൻ സാറിന് പരോള് കിട്ടാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പായിട്ട് തന്നെ കണിമംഗലം കുടുംബത്തിൻ്റെ നാശം അത് സാറിനെ കാണിക്കണം. സാറ് പരോളിന് പുറത്തിറങ്ങി വരുമ്പോൾ കാണുന്നത് നാശത്തിൻ്റെ വക്കിലേക്ക് മൂക്കും കുത്തി നിൽക്കുന്ന കണിമംഗലത്തിനെയാണ്. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. സാറിൻ്റെ പരോളിൻ്റെ സമയത്ത് കണിമംഗലം കുടുംബം പൂർണ്ണമായും തകർന്ന് തരിപ്പണമായിട്ടുണ്ടാവും. അന്നേരം ഗൗതം പറഞ്ഞേ, അച്ഛൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അച്ഛൻ നോക്കിക്കോളും. സത്യം പറയല്ലോ ബെഞ്ചമിൻ, താൻ ഞങ്ങളുടെ കൂടെയുള്ളതാ ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ ധൈര്യം. നമ്മുടെ ഈ കൂട്ട് അത് ഒരിക്കലും മുറിഞ്ഞു പോവാതെ ഞങ്ങൾ നിലനിർത്തും. അങ്ങനെ പറഞ്ഞ് അവർ സന്തോഷത്തോടെ സംസാരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ശ്യാമയും ആരതിയും അമൃതയും കൂടി സംസാരിക്കുന്നതാണ്. ഈ സമയം ശ്യാമ ഭഗവാന്റെ മുമ്പിൽ നിന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. ഭഗവാനെ, നാളെ ഞാൻ ഒരു മറയില്ലാതെ എൻ്റെ മോളുടെ മുന്നിലേക്ക് ആദ്യം ഒട്ടി ചെല്ലുന്ന ദിവസമാണ്. അവളുടെ മനസ്സിൽ എന്നോട് വെറുപ്പോ ദേഷ്യമോ ഒന്നും തോന്നല്ലേ. അവളുടെ മനസ്സിൽ ഇപ്പോൾ എന്നെ കാണുന്ന പോലെ സ്നേഹത്തോടെ മാത്രം അവൾ എന്നെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യണം. അവളൊരിക്കലും എന്നെ വെറുക്കാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല.
നീ എൻ്റെ കൂടെ ഉണ്ടാവണേ ഭഗവാനെ എന്ന് പറഞ്ഞ് കണ്ണൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുവാണ്ടോ ശ്യാമ. അതിനുശേഷം നേരെ അഖിലിൻ്റെ ഫോട്ടോയുടെ അരികിലേക്കും ചെല്ലുവാണ്. അഖിൽ സാർ, നാളെ ഞാൻ നമ്മുടെ മോളുടെ മുമ്പിലേക്ക് പോകുവാണ്. അവളെ നേരിൽ കാണാൻ പോകുന്ന ദിവസമാണ് നാളെ. അഖിൽ സാറും എൻ്റെ കൂടെ ഉണ്ടാവണം. സാറിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ധൈര്യം. നമ്മുടെ മോള് എല്ലാ കാര്യങ്ങളും അംഗീകരിക്കണം. അവൾക്ക് എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടണം. അവൾ എന്നെ അമ്മയെ കണ്ട് സ്നേഹിക്കണം, അംഗീകരിക്കണം. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം ആരതിയുടെ അമൃതയുടെ അരികിലേക്ക് എത്തുവാണ്. അന്നേരം അമൃത പറയുന്നുണ്ട്, ശ്യാമേ, വല്ലാത്ത ടെൻഷനിലാണെന്ന് തോന്നുന്നു. നല്ല പ്രാർത്ഥനയായിരുന്നല്ലോ. ഒന്നും കൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. നാളെ എന്താണെങ്കിലും എനിക്ക് ശ്യാമയോടൊപ്പം അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. കാരണം ഏത് നേരത്തും ഞാൻ ഫിദയുടെ പോകണമെന്നാണല്ലോ രാധിക വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ശ്യാമയോടൊപ്പം എന്നെ കണ്ടു കഴിഞ്ഞാലേ രാധികയ്ക്ക് ചിലപ്പോൾ സംശയം തോന്നിയാലോ. നാളത്തെ കാര്യങ്ങളൊക്കെ ശ്യാമ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യില്ലേ? ശ്രദ്ധിക്കണം. അതൊക്കെ ഞാൻ ഏറ്റുവിട്ടെത്തി. ഞാൻ ശ്രദ്ധിച്ചോളാം. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും കേട്ടോ ആരതിയുടെ ഫോണിലേക്ക് രാധിക വിളിക്കുന്നത്. ഹലോ, പറ രാധികേ. ചേച്ചി, നാളെ ചേച്ചിക്ക് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? എന്താ കാര്യം? അത് പിന്നെ എനിക്കൊരു കാര്യം ആവശ്യപ്പെടാനുണ്ട്. പക്ഷെ പറ്റില്ല എന്ന് മാത്രം പറയരുത്. ആദ്യം കാര്യം എന്താണെന്ന് പറ. അത് നാളെ ഇവിടെയുള്ളൊരു ക്ഷേത്രത്തിലെ ഗായിക ശ്യാമ മേഡം വരുന്നുണ്ട്. എനിക്കാണെങ്കിൽ ശ്യാമ മേഡത്തെ കാണണമെന്ന് വലിയ ആഗ്രഹം. നാളെ ചേച്ചിക്കും എൻ്റെ കൂടെ വരാമോ? നമുക്കൊന്നിച്ച് ശ്യാമ മേഡത്തെ കാണാൻ പോകാം. ശ്യാമ മേഡം വന്നൊന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ചേച്ചി പൊക്കോ. അന്നേരം ആദ്യം ചോദിക്കണേ, അല്ല ശ്യാമ മേഡത്തെ കാണാൻ പോകുന്നതിന് എന്തിനാ എൻ്റെ കൂട്ട്? അത് പിന്നെ സത്യം പറയാമല്ലോ ചേച്ചി, ഞാൻ ശ്യാമ മേഡത്തെ കാണാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. അത്ര ആഗ്രഹിച്ചാൽ ഞാൻ ദൈവത്തെ പോലെ കാണുന്ന ആൾ നാളെ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷം കൊണ്ട് എന്നെ നിയന്ത്രണം വിട്ടുപോയാലോ, ഞാൻ തളർന്നു വീണാലോ. അന്നേരം എന്നെ താങ്ങാൻ വേണ്ടിയിട്ടാണ് ഒരാളെയും കൂടി കൂടെ കൂട്ടാലോ എന്ന് വിചാരിച്ചത്. ഈ സമയം അത് കേട്ട് ആരതി ചിരിച്ചുകൊണ്ട് പറയണേ, ശരി ശരി, ഞാൻ വരാൻ നിൻ്റെ കൂടെ. ഇനിയിപ്പോൾ തളർന്നു പോയി ശ്യാമ മേഡത്തെ കാണാൻ പറ്റാതെ പോയി എന്ന് പറഞ്ഞ് വിഷമിക്കണ്ടല്ലോ. ശരി ചേച്ചി. ഫിദാമയുടെ ശ്യാമ മേഡത്തോട് നമ്മൾ വരുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എന്താണെങ്കിലും ശ്യാമ മേഡത്തെ കാണാനും ഒന്ന് പരിചയപ്പെടാനും സംസാരിക്കാനും ഒക്കെ പറ്റും. ശരി, എന്നാണെങ്കിലും രാധിക ഉടനെ ഇറങ്ങുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. ഞാൻ റെഡിയായി നിൽക്കാം. അങ്ങനെ സന്തോഷത്തോടെ രാധിക ഫോൺ കട്ട് ചെയ്യുവാണ്. ഈ സമയം ആരതി പറയണേ, ശ്യാമ മേഡത്തെ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുള്ള രാധികയുടെ എക്സൈറ്റ്മെൻറ്റൊക്കെ കണ്ടില്ലേ ചെറിയമ്മേ? ഇതെല്ലാമേ ഒരു ശുഭസൂചനയെ. അങ്ങനെ പറഞ്ഞു കൊടുക്കുമോളെ എന്ന് അമൃതയും പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ആശ്വാസത്തോടു കൂടി നിൽക്കുവാണ് കേട്ടോ ശ്യാമ. പിന്നീട് കാണിക്കുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. അവിടെ ഡയറക്ടറും പ്രൊഡ്യൂസറും കൂടി ആ ഒരു സിനിമയിലെ ഹീറോയിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയത്താണ് ശരത്ത് പ്രിയങ്കേനെയും മുത്തശ്ശിനെയും കൂട്ടി അവിടെ എത്തുന്നത്. അന്നേരം മുത്തശ്ശി പറയണേ, സെറ്റിലേക്ക് ഒരുങ്ങി ഇറങ്ങി വന്നപ്പോൾ എൻ്റെ മോളെ കാണാൻ എന്തൊരു ഭംഗിയാ. അന്നേരം ഒരു കേട്ടോ അവിടെ പ്രൊഡ്യൂസറിനും ഡയറക്ടറിനും ഒപ്പം ഇരുന്ന് സംസാരിക്കുന്ന പെൺകുട്ടിയെ സുകുമാരി കാണുന്നത്. അല്ല, ഏതാണ് ആ പ്രൊഡ്യൂസറിനെ ഡയറക്ടറിൻ്റെ പിരിക്കുന്ന ഞാനോള്? അതാണ് ഈ സിനിമയിലെ നായിക. അയ്യേ, ഇവളാണോ നായിക? ഇവളൊക്കെ കണ്ട എങ്ങനെ ഇവർക്ക് നായികയാക്കാൻ തോന്നുന്നത്? അവളുടെ മട്ടും ഭാവമൊക്കെ കണ്ടില്ലേ? അവൾക്ക് പകരം എൻ്റെ പ്രിയങ്കമോളായിരുന്നെങ്കിലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്ടോ മുത്തശ്ശി. അന്നേരം ശരത്ത് പറയണേ, മതി, നമുക്കെന്താണെങ്കിലും ആ ഡയറക്ടറിൻ്റെയും പ്രൊഡ്യൂസറിനെ ഒന്ന് ചെന്ന് കണ്ട് സംസാരിച്ചേക്കാം. അങ്ങനെ പറഞ്ഞ് അവരെയും കൂട്ടി പ്രൊഡ്യൂസറിൻ്റെ അരികിലേക്ക് ചെല്ലുവാം. അങ്ങനെ പ്രിയങ്കയെ കണ്ടിട്ടും ആ ഹീറോയിൻ പെണ്ണിന് വലിയ മൈൻഡൊന്നുമില്ല കേട്ടോ. അത് മുത്തശ്ശി നോട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയം ആ പെണ്ണ് പറയണേ, സാർ എന്നാൽ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. അങ്ങനെ പറഞ്ഞ് ആ പെൺകുട്ടി അവിടെ നിന്ന് എണീറ്റ് പോകുവാണ്. ഈ സമയം മുത്തശ്ശി ചോദിക്കണേ, അല്ല സാറേ, നിങ്ങളൊക്കെ എന്ത് കണ്ടിട്ടാണ് ഈ പെൺകുട്ടിയെ നായികയായിട്ട് സെലക്ട് ചെയ്തത്? ഇവളെ നായികയായിട്ട് ചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ മുത്തശ്ശി പറഞ്ഞത് ആ ഹീറോയിൻ പെണ്ണും കേൾക്കുവാണ്ടോ. ആ പെൺകുട്ടിയാണെങ്കിൽ അത് കേട്ടിട്ട് ദേഷ്യത്തോടെ അവിടെ നിന്നും പോകുവാണ്. എൻ്റെ സാറല്ലേ കാശ് മുടക്കുന്നത്? കുറച്ചും കൂടി ഭംഗിയുള്ള ഏതെങ്കിലും പെൺകുട്ടിയെ നോക്കിയെടുത്തൂടെ? എന്നെപ്പോലെ സൗന്ദര്യം ഉള്ള ആരെങ്കിലുമൊക്കെ സെലക്ട് ചെയ്തൂടെ? ഇപ്പോഴും വൈകിട്ടൊന്നുമില്ല, അവളെ അങ്ങ് പറഞ്ഞു വിട്. എൻ്റെ പ്രിയങ്കമോൾ നിൽക്കുന്നുണ്ടല്ലോ, അവളെക്കാളും നല്ല സുന്ദരിയല്ലേ എൻ്റെ മോള്. പ്രിയങ്കമോളുടെ ഫോട്ടോ എങ്ങാനും പോസ്റ്ററായിട്ട് വഴിയരികിൽ ഒട്ടിച്ചാലുണ്ടല്ലോ, പിന്നെ എല്ലാവരും കൂടി സിനിമക്കൊക്കെ ഓടിക്കേറി. മുത്തശ്ശിയുടെ തള്ളൊക്കെ കേട്ടിട്ട് ഡയറക്ടർ പറയണേ, അതെ, ഇവരൊന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടോ? എൻ്റെ സിനിമയിൽ ആര് വേണം, ആരൊക്കെ സെലക്ട് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. ശരത്തെ, ഇവരുടെ സംസാരം ഞങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അന്നേരം ശരത്തും പ്രിയങ്കയും കൂടി ഒരു കണക്കിന് മുത്തശ്ശി അവിടെ നിന്ന് പിടിച്ച് മാറ്റുക. മുത്തശ്ശി എന്തൊക്കെയാണ് പറയുന്നത്? ഇങ്ങനെ പോയാലേ അവർ നമ്മളെ അധികം വൈകാതെ തന്നെ ഇവിടെ നടിച്ച് പുറത്താക്കും. പ്രിയങ്കയും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും. പിന്നീട് കാണിക്കുന്നത് ആ ഹീറോയിൻ്റെ അരികിലേക്ക് വീണ്ടും മുത്തശ്ശിയും പ്രിയങ്കയും ചെല്ലുവാണ്. അന്നേരം മുത്തശ്ശി ചോദിക്കണേ, എടാ ചക്ക, എൻ്റെ മോൾക്ക് കൊടുക്കാനുള്ള ഡ്രസ്സ് എന്താണെന്ന് വെച്ചാൽ കൊടുക്കും. എടാ നിന്നോടല്ലേ പറഞ്ഞത് ഡ്രസ്സ് കൊടുക്കാൻ, ഇവൾക്ക് കൊടുത്തതൊക്കെ മതി. അന്നേരം ആ ഹീറോയിൻ പെണ്ണ് ചോദിക്കണേ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? വാട്ട്സ് യുവർ പ്രോബ്ലം? വൈ ഡു യു ഇറിറ്റേറ്റിംഗ് മീ? എടി കൊച്ചേ, നീ മനസ്സിലാവുന്ന ഭാഷയിൽ പറ, മലയാളത്തിൽ പറയടി. നിങ്ങൾ എന്തിനാ എൻ്റെ പിന്നാലെ നടന്ന് ഇങ്ങനെ ശല്യം ചെയ്യുന്നതെന്ന്? എന്താ നിങ്ങളുടെ പ്രശ്നം? എനിക്കെന്ത് പ്രശ്നം?
എന്നും പറഞ്ഞ മുത്തശ്ശിയും ആ പെണ്ണും കൂടി ഭയങ്കര വഴക്കാകുവാണ് കേട്ടോ. അന്നേരം ഇത് കാണുന്ന ശരത്ത് അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് മുത്തശ്ശീനെ മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പ്രിയങ്കയും ശരത്തും കൂടി മുത്തശ്ശി എങ്ങനെയെങ്കിലും അടക്കി നിർത്താനായിട്ട് ശ്രമിക്കുക. ഈ സമയം അടുത്ത ബഹളമൊക്കെ കേട്ടിട്ട് ഡയറക്ടറും പ്രൊഡ്യൂസറും അങ്ങോട്ടേക്ക് ഓടി വരിക. എന്താ ഒരു പ്രശ്നം? അന്നേരം ആ ഹീറോയിൻ പറയണേ, സാർ ഇവർ വെറുതെ ഒരാവശ്യമില്ലാതെ എന്നെ വന്ന് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ഇവരുടെ പ്രശ്നം. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നീ അഭിനയിച്ചില്ലെങ്കിൽ ആർക്കടി കുഴപ്പം? നീ എങ്ങോട്ടാണെന്ന് വെച്ചപ്പോൾ പ്രിയങ്ക എന്താ ഇതൊക്കെ? എൻ്റെ സെറ്റ് വന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി ഞാൻ സമ്മതിക്കില്ല. ഇതിനെക്കുറിച്ചെല്ലാം ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞതല്ലേ. മുത്തശ്ശി ഇങ്ങോട്ടൊന്ന് വന്നേ എന്ന് പറഞ്ഞ് പ്രിയങ്കയും ശരത്തും കൂടി മുത്തശ്ശീനെ അവിടെ നിന്ന് വലിച്ചു കൂട്ടിക്കൊണ്ട് പോകുവാണ്. ഈ സമയം ഡയറക്ടറാണെങ്കിൽ ആ ഹീറോയിനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിടുന്നൊക്കെ കേട്ടോ. അന്നേരം മുത്തശ്ശിയോട് പ്രിയങ്കയും ശരത്തും ദേഷ്യപ്പെടണേ, എന്തായി കാണിക്കുന്നത്? നിങ്ങളിങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ സിനിമ എന്നുള്ള മോഹം ഉപേക്ഷിച്ചേക്ക്. നമുക്കിപ്പം തന്നെ ഇവിടെ തിരിച്ചു പോകാം. അവർ ആട്ടിയിറക്കുന്നതിന് മുമ്പ് പോകുന്നത് തന്നെയാണ് നല്ലത്. ഓ ഞാനായിട്ടൊന്നും പറയാൻ പോകുന്നില്ല, ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇരുന്നോളാം. അന്നേരം ഡയറക്ടർ ശരത്തിനെ വിളിക്കണേ, എടോ ശരത്തെ എന്താ ഇത്? താൻ റിക്വസ്റ്റ് ചെയ്തിട്ടാ അവരെ അഭിനയിപ്പിക്കാമെന്ന് ഞാൻ വീണ്ടും പറഞ്ഞത്. എന്നിട്ടിപ്പോൾ അവരിവിടെ വന്ന് എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത്? സോറി സാർ, ഇനി പ്രിയങ്കയുടെ ഭാഗത്തൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതിന് പ്രിയങ്കയല്ലല്ലോ പ്രശ്നം ഉണ്ടാക്കിയത്, അവിടെ മുത്തശ്ശിയല്ലേ. എന്തൊക്കെയാണ് അവർ കാണിച്ചു കൂട്ടുന്നത്? ദേ ഇനി ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഞാൻ പറയാനൊന്നും കാത്തു നിൽക്കണ്ട. അപ്പം തന്നെ അവർ രണ്ടുപേരും കൂട്ടി ഇവിടെ നിന്ന് പൊക്കോണം. ശരി സാർ, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ പറഞ്ഞ് ശരത്ത് വീണ്ടും പ്രിയങ്കയുടെ അരികിലേക്ക് ചെല്ലുക. അതെ, ഞാനൊരു കണക്കിന് കറങ്ങി കാല് പിടിച്ച് അയാളുടെ മനസ്സ് മാറ്റിയിട്ടുണ്ട്. ഇനിയും ദൈവം ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. അടങ്ങി ഇരിക്കാൻ പറ പ്രിയങ്ക ഇതിൻ്റെ മുത്തശ്ശിയോട്. പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിലെത്തി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ആരതിനെയാണ് കേട്ടോ. ഈ സമയം അവിടെ മറ്റു ചില ആൾക്കാരും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. അന്നേരം അതിൽ രണ്ടുപേരും തമ്മിൽ പറയുന്നുണ്ട്, അതെ ഞാൻ സത്യം പറഞ്ഞാൽ തൊഴുതു കഴിഞ്ഞ് പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ആ പൂജാരി പറഞ്ഞത് ഇന്ന് ശ്യാമമഠം വരുന്നുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മളൊക്കെ ശ്യാമമഠത്തിൻ്റെ പാട്ട് മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ, നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ലല്ലോ. അങ്ങനെ അവരൊക്കെ അത് പറയുന്നത് ആരതി ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ കുറേ പേര് ശ്യാമമരുത്തത്തും കാത്ത ശ്യാമയെ കാണാനും നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം ആരതി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പ്രസാദമൊക്കെ വാങ്ങി തിരിയുമ്പോഴായിരിക്കും കേട്ടോ വരുണിൻ്റെ രാധികയുടെയും കാർ അവിടെ എത്തുന്നത്. അങ്ങനെ കാറിൽ നിന്നും വരുണിൻ്റെ രാധിക ഇറങ്ങുവാണ്. ഈ സമയം കാർ നിർത്തിയതും രാധിക ഓടി ഇറങ്ങുക. അതാണ് വരൺ ചോദിക്കണേ, ഇവിടെ രാധികെ താൻ എന്തായി കാണിക്കുന്നത്? കാർ നിർത്തുന്നതിന് മുമ്പ് ഇയാൾ ചാടി ഇറങ്ങിയോ? അത് പിന്നെ ശ്യാമമേടം വന്നിട്ട് തിരിച്ചു പോകാറായിട്ടുണ്ടെങ്കിലോ? ഇത്തവണയും കാണാൻ പറ്റാതായി പോവില്ലേ? വേഗം വന്നേ വരുൺ എന്നും പറഞ്ഞ് വരുണിനെയും പിടിച്ചു വലിച്ച് അകത്തേക്ക് കയറുവാണ്. അന്നേരം ആരതി അവരുടെ അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കണേ, അത് ശരി, എന്നോട് കൃത്യസമയത്ത് എത്തണമെന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടി ഇപ്പോഴാണ് വരുന്നത്? സോറി ആരതി ചേച്ചി, ഞാൻ നേരത്തെ റെഡിയായി നിന്നതാ. ഈ വരുണാണ് ലേറ്റ് ആക്കിയത്. ശ്യാമമേടം വന്നോ? വന്നു എന്ന് മാത്രമല്ല വന്നിട്ട് തിരിച്ച് പോവുക കൂടി ചെയ്തു. സത്യമാണോ? അല്ലെങ്കിലും എനിക്കൊരു ഭാഗ്യമില്ലാത്തതാ. എത്ര തവണ ശ്യാമമേടത്തെ കാണാൻ അവസരം കിട്ടി, എല്ലാം ഇതുപോലെ ആയിരുന്നില്ലേ. എൻ്റെതൊരു ഭാഗ്യം കൊണ്ട് ജന്മം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് രാധിക ആകെ സങ്കടത്തിൽ നിൽക്കുവാണ്. അന്നേരം വരുണൻ ആരതിയും ചിരിക്കുവാണ്ടോ. എന്നിട്ട് ആരതി പറയണേ, എൻ്റെ രാധികയെ ഞാൻ ചുമ്മാ പറഞ്ഞതാ, ശ്യാമമ്മയുടെ ഇതുവരെ എത്തിയിട്ടൊന്നുമില്ലേ? ഓ ഇല്ലേ? ആരതി ചേച്ചി എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. സത്യം പറഞ്ഞാലേ അത് കേട്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. അന്നേരം വരുൺ പറയണേ, എന്നാലും എൻ്റെ ചേച്ചി ഇങ്ങനെയൊന്നും ഒരാളെ പറഞ്ഞു പറ്റിക്കല്ലേ. ഇയാളെ ശ്യാമയുടെ പോയെന്നറിഞ്ഞ എൻ്റെ സങ്കടത്തിൽ എന്നെ അരച്ച് കലക്കി കുടിച്ചാനേ. അങ്ങനെ തന്നെ ചെയ്യും. ശ്യാമമ്മയുടെ ഒന്ന് കാണാനേ ഞാൻ എത്രയൊക്കെ ആഗ്രഹിച്ചതല്ലേ. അത് പിന്നെ നടക്കാതെ വന്നു കഴിഞ്ഞാൽ എനിക്ക് സങ്കടം വരാതിരിക്കുമോ? ശരി, എന്താണെങ്കിലും നീ വാ, നമുക്കൊന്ന് തൊഴുത് പ്രാർത്ഥിക്കാം. അങ്ങനെ പറഞ്ഞ് അവർ മൂന്നുപേരോടെ അമ്പലത്തിൻ്റെ നടയുടെ മുമ്പിൽ നിന്ന് തൊഴുവാണ്. ഈ സമയം അവിടെ നിന്നിരുന്ന ചിലർ രാധികയെ കാണുന്നതും പറയണേ, ദേ ശ്യാമമ്മയോടാണോ വന്നിരിക്കുന്നത്? അല്ല, ശ്യാമമ്മയുടെ ഇത്രയ്ക്ക് ചെറുപ്പമാണോ? ഇത് ശ്യാമമ്മയോടല്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ കാണാൻ അതേപോലെ തന്നെ ഉണ്ടല്ലേ. ചിലപ്പോൾ അടുത്ത ബന്ധു ആരെങ്കിലും ആയിരിക്കും. അങ്ങനെ അവർ തൊഴുത് കഴിയുമ്പോഴേക്കും രാധികയോട് ആ ചേച്ചി ചോദിക്കണേ, അല്ല കുട്ടിയെ കാണാൻ ശ്യാമമ്മടുത്ത പോലെ തന്നെയുണ്ടല്ലോ, ശ്യാമമ്മടത്തിൻ്റെ ഏതെങ്കിലും ബന്ധുവാണോ? അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പോഴായിരിക്കും തിരുമേനിയും അങ്ങോട്ടേക്ക് വരുന്നത്. തിരുമേനി വന്ന് അവർക്ക് പ്രസാദം കൊടുക്കുവാണ്. അന്നേരം തിരുമേനി ചോദിക്കുന്നുണ്ട്, നടയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴേക്കും ഞാൻ കരുതിയത് മുമ്പിൽ നിൽക്കുന്നത് ശ്യാമമ്മയോടാണെന്നാണ്. അന്നേരം ആ സ്ത്രീ പറയണേ, ഞങ്ങളും അതിനെക്കുറിച്ച് തന്നെയായിരുന്നു പറയുന്നത്. രണ്ടുപേരും തമ്മിൽ നല്ല സമയമുണ്ടല്ലേ, കണ്ട അടുത്ത ബന്ധുവാണെന്നേ തോന്നുന്നു. അന്നേരം ആരതി പറയണേ, ശ്യാമമ്മയുടെ സംബന്ധിച്ച് എല്ലാവരും അടുത്ത ബന്ധുക്കളെ പോലെ തന്നെയാണല്ലോ. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും കേട്ടോ കുട്ടികൾ അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. ഈ സമയം അവിടെ ശ്യാമയുടെ വണ്ടി വന്ന് നിൽക്കുമ്പോൾ കുട്ടികൾ ഉറക്കെ പറയണേ, ദേ ശ്യാമ വന്നു. അങ്ങനെ അത് കണ്ട് എല്ലാവരും മേടത്തെ കാണാൻ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുവാണ് കേട്ടോ. ഈ സമയം കാറിൽ നിന്ന് ശ്യാമ ഇറങ്ങി വരുവാണ്. അന്നേരം രാധികയാണെങ്കിൽ ശ്യാമയെ തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് കേട്ടോ. ഈ സമയം കുറേ പേര് വന്ന് ശ്യാമയുടെ അരികിൽ നിന്ന് സെൽഫി മറ്റുമൊക്കെ എടുക്കുന്നുണ്ട്. അതിനുശേഷം ശ്യാമയും ചെരുപ്പ് കൂരിയിട്ട് അമ്പലത്തിനകത്തേക്ക് കയറുവാണ്. അന്നേരം രാധികയെ തൻ്റെ മുമ്പിൽ കണ്ടതും
സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞ് രാധയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഷൂട്ടിങ്ങിന് റെഡി ആയിട്ടിരിക്കുന്ന പ്രിയങ്കേനെയും മുത്തശ്ശീനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഹീറോയിൻ പെണ്ണും ഡ്രസ്സൊക്കെ ചെയ്ത് റെഡിയായി നിൽക്കുവാണ്. അങ്ങനെ ആ പെണ്ണിന് കൂടുതലുള്ള അസിസ്റ്റൻ്റ് കൊടയൊക്കെ പിടിച്ച് കൊടുക്കുവാണ് കേട്ടോ. അത് കണ്ടിട്ട് സുകുമാരി പറയണേ, ആഹാ അത് കൊള്ളാലോ, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കവാത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന അവൾക്ക് കൊട പിടിച്ചു കൊടുക്കാനും മറ്റു ആൾക്കാർ. അപ്പം പിന്നെ ഞങ്ങളൊക്കെ എന്താ മാങ്ങ പറിക്കാൻ വന്നവരാണോ? അങ്ങനെ സുകുമാരിയുടെ ആ സംസാരമൊന്നും ആ പെൺകുട്ടിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ആ പെൺകുട്ടി നേരെ ഡയറക്ടറിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ഇതേസമയം പ്രിയങ്കയാണെങ്കിൽ മുത്തശ്ശിയോടൊന്നും മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം മുത്തശ്ശിയും അവിടെ നിൽക്കുന്ന ഒരു പയ്യനെ വിളിച്ച് പ്രിയങ്കയ്ക്കും മുത്തശ്ശിക്കും കൊട പിടിച്ചു കൊടുക്കാൻ പറയുവാണ്. ഈ സമയം ആ ഹീറോയിനാണെങ്കിൽ ഡയറക്ടറിൻ്റെ അടുത്ത് നിന്നിട്ട് പറയണേ, സാർ ഇത്രയും കൾച്ചറലെസ് ആയിട്ടുള്ള പീപ്പിളിൻ്റെ കൂടെ ഹൗ ക്യാൻ ഐ കോർപ്പറേറ്റ്? അവരുടെ സംസാരം കേട്ടില്ലേ? വെറുതെ ആവശ്യമില്ലാതെ അവർ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ശ്യാമയെ നേരിക്കണ്ട് സത്യം പറഞ്ഞാൽ സന്തോഷത്തിൽ എന്ത് പറയണമെന്നറിയാതെ സ്റ്റക്കായി നിൽക്കുവാണ്ട് രാധിക. ഈ സമയം രാധികയും ശ്യാമയും തമ്മിൽ സംസാരിക്കുകയും അവർ കുറച്ച് സമയം സന്തോഷത്തോടെ അരികിലിരിക്കുകയും രാധികയെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ശ്യാമ. അങ്ങനെ സമയവും നേരം ശ്യാമ തിരികെ പോകാൻ തുടങ്ങുമായിരിക്കും. തൻ്റെ മോളുടെ അരികിൽ നിന്ന് മനസ്സില്ലാ മനസ്സിലോടെ തന്നെയാണ് കേട്ടോ ശ്യാമ തിരികെ പോകുന്നത്. അങ്ങനെ കാറിൻ്റെ അരികിലേക്ക് എത്തുന്ന ശ്യാമ വീണ്ടും തിരിഞ്ഞ് രാധികയെ നോക്കുവാണ്. ഈ സമയം രാധികയ്ക്കും ശ്യാമ വിട്ടുപിരിയാനായിട്ട് തോന്നുന്നില്ല കേട്ടോ. അങ്ങനെ വരെ പരസ്പരം നോക്കി നിൽക്കുന്ന ആ ഒരു സീനൊക്കെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനൊക്കെ ആയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്